നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രോമിസസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി. ഒരുപാട് കാര്യത്തിൽ നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലാത്ത സമയത്ത് പോലും പല കാര്യങ്ങളിലും ഒരു വാഗ്ദാനം നൽകുകയും പക്ഷെ പലപ്പോഴും അത് പാലിക്കാൻ സാധിക്കാതെ ആ ഒരു വ്യക്തിക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഇതെന്താണ് ഒരു ഇൻമെച്യൂർഡ് ആയിട്ട് ബിഹേവിയർ ഉള്ളത്, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും പലതും ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഡിസിഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ പോലും കുറച്ച് നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം അങ്ങനെ ഏറ്റിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരു പാസ്റ്റ് എനർജിയാണ് ഇപ്പോൾ ഇവിടെ മനസ്സിലാവുന്നത്. ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. കാരണം നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഈ ഒരു വ്യക്തി ഒരുപാട് വാഗ്ദാനങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിലും പക്ഷെ പലപ്പോഴും അത് പാലിക്കാൻ സാധിക്കാതെ വരികയും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത്, അല്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അത് വാക്കുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പോലും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ഇങ്ങോട്ട് പല കാര്യങ്ങളും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരുപാട് രീതിയിലുള്ള ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും പ്രവൃത്തി കൊണ്ട് അങ്ങനെ ഒന്നും വരാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അത്തരം ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ നേരിട്ടിട്ടുണ്ട് കുറെ പേരെങ്കിലും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഇങ്ങനെയുള്ള പല റീസൺസ് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കുറെ പേരെങ്കിലും ഒരു സെപ്പറേഷനിലായിരിക്കണം. പക്ഷെ ഈ ഒരു സമയത്ത് അവർ വളരെയധികമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് വേണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് നിങ്ങളോടൊരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും. ഇവിടെ കിട്ടിയിട്ടുള്ള ഡെവിൽ കാർഡിന്റെ എനർജി ആയിക്കോട്ടെ ഒക്കെ തന്നെ അവർ ഒരു ഫിസിക്കലായിട്ട് ഒരു പ്രസൻസ്, നിങ്ങളുടെ ഒരു പ്രസൻസ് വളരെയധികമായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ്. കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഒരു കിങ് ഓഫ് സ്വാർഡ്സിനെ വെച്ച് നോക്കുകയാണെങ്കിലും അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ കുറേ പേർക്കെങ്കിലും ഇതൊരു ഫാമിലി സപ്പോർട്ട് കുറവുള്ള റിലേഷൻഷിപ്പ് ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് അവരൊന്നിലും തന്നെ അവർ ചിലപ്പോൾ അവർക്ക് പാലിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പോലും ആവശ്യപ്പെടാതെ നിങ്ങളോട് പല കാര്യങ്ങളും ചെയ്യണം, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർ അതൊക്കെ തന്നെ ഓക്കെ ആക്കണം, അല്ലെങ്കിൽ നടപ്പിലാക്കണം എന്ന് തന്നെ കരുതിയിട്ടായിരിക്കണം. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഭയമുള്ളതായിട്ട്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തിട്ട് അത് പാലിക്കാൻ സാധിക്കാത്ത രീതിയിൽ വരുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉള്ളതായിട്ടാണ് കാണുന്നത്. മേ ബി ഒരു ഫാമിലി സപ്പോർട്ട് കുറവായിരിക്കാം. മേ ബി നിങ്ങളെപ്പോലെ തന്നെ അവർക്ക് ഫാമിലിയെയും അതുപോലെ തന്നെ ഒന്നിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ തന്നെ അവരുടെ ഫാമിലി സപ്പോർട്ടും ഈ റിലേഷൻഷിപ്പിന് ഒരുപോലെ ആവശ്യമാണ് എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ഫാമിലി സപ്പോർട്ടൊക്കെ ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം ഒരു ഫീലിങ്സ് ആയിരിക്കും അവർക്ക് കൂടുതലായിട്ടും ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരൊരുപാട് കാര്യത്തിൽ കോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഇങ്ങനെ ഒരു ഡിസിഷൻ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നവരായിരിക്കണം. ഇവരുടെ ഫാമിലിയിലുള്ളവർ മേ ബി റിലേഷൻഷിപ്പിനെ കുറെയെങ്കിലും എതിർക്കുന്നുണ്ടായിരിക്കണം. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. മേ ബി കാസ്റ്റ് വൈസ് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ പേരിൽ ഈ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മയും കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പക്ഷെ നിങ്ങളെ വിട്ടു പോവാനായിട്ട് അവർക്ക് മനസ്സുകൊണ്ട് അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത്തരം ഒരു ഡിസിഷൻ, ഒരു സ്ട്രോങ് ഡിസിഷൻ ഈ റിലേഷൻഷിപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴൊക്കെ തന്നെ അവർ ഇവരുടെ ഫാമിലിയെ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അവരുടെ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതൊരു പെയിൻഫുൾ ആവുമോ, നിങ്ങളോട് കംപ്ലീറ്റ്ലി ഒരു ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ അവരൊരു കമ്മിറ്റ്മെന്റ് തന്നാൽ അത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ അവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം പലപ്പോഴും പല കാര്യത്തിലും ഒരു ഡിസിഷൻ എടുക്കാനോ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഒരു വാക്ക് പാലിക്കാനോ ഈ ഒരു വ്യക്തിക്ക് സാധിക്കാതെ വരുന്നത് അങ്ങനെ ആയിരിക്കണം. എന്തായാലും യു ദ വേൾഡ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മെമ്മറി, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അവരിപ്പോൾ ഒരുപാട് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഒരു ടൈഡപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നാണ് കാണുന്നത്. കാരണം അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥ, ഇങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റീബർത്ത് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഒരു സമയത്ത് പോലും ആഗ്രഹിക്കുന്നത് റീബർത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. അവരുടെ ഫാമിലിയെ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവര് നിങ്ങളോടുള്ള പ്രണയത്തെ ചിലപ്പോൾ ഒന്ന് സാക്രിഫൈസ് ചെയ്യുന്ന പോലെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം, അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഒരു നീഡ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം, ആവശ്യം എന്നൊക്കെ ഉള്ളത് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് തന്നെയാണ്. പക്ഷെ അതിനൊന്നും അവർക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ത്രീ ഓഫ് സ്വാർട്സിന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് കരയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് കരയുന്നുണ്ട്, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ പോലും അവർ ഒരുപാട് കരയുന്നുണ്ട്. ഇങ്ങനൊരു അവസ്ഥ ഒന്ന് മാറാനായിട്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രോമിസസ് നിങ്ങളോട് ചെയ്തു തന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാണ്ട് തന്നെ ഒരുപാട് ചിലപ്പോൾ ലൈഫ് ലോങ് നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ മാരേജ് വരെ ഈ റിലേഷൻഷിപ്പ് എത്തിക്കണം, അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ഉറപ്പ് പോലെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ കാര്യത്തോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിന് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു വ്യക്തി ഒരു 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 അകൽച്ച പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള റീസൺ ഇവിടെ കാണുന്നത്, റീഡിങ്ങിൽ കാണുന്നത് ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മ, അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെപ്പോലെ തന്നെ പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഇതിനിടയിൽ തടസ്സം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്കൊരു ഒരു ഭയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട്, ഇനി ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വാക്ക് ഒന്ന് പ്രവൃത്തി ഒന്ന് എന്നുള്ള രീതിയിൽ അവർ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. നിങ്ങളാണെങ്കിലും ഇപ്പോൾ കുറേ അധികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു സെപ്പറേഷൻ പോലെ ആയിട്ടുണ്ടാവാം. പക്ഷെ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ പഴയതുപോലെ ഒരു സ്ട്രെങ്ത് ഇല്ല. ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്ന സമയത്ത് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രെങ്ത് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. സോ അതൊക്കെ കൊണ്ട് അവരിപ്പോൾ ഒരുപാട്, നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ, ഈ ഒരു സമയത്ത് അവരിനി എന്ത് ഒരു ഇനി അങ്ങോട്ട് എന്ത് തടസ്സം ഉണ്ടെങ്കിലും അതിനൊക്കെ ഫൈറ്റ് ചെയ്ത് തന്നെ വരാം എന്നുള്ളൊരു ഡിസിഷൻ അവർ എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ 5 ഓഫ് വാണ്ട്സ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാർഡിന്റെ എനർജി നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഈ ഒരു സമയത്ത് പോലും ചിലപ്പോൾ അവർ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കാം. അവർ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനോടൊക്കെ തന്നെ ചിലപ്പോൾ ഫാമിലിയിൽ നിങ്ങളുടെ കാര്യം അവതരിപ്പിച്ച് നിങ്ങളെ തന്നെ മാരേജ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്നോ ഒക്കെ തന്നെ അവർ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴൊക്കെ തന്നെ പരാജയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇവിടെ അവർ മുന്നോട്ട് വരണമെന്ന് തന്നെയുള്ള ഒരു അതിയായിട്ടുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്.